നോക്കാൻ പോകുന്നത് ഗലീലിയോ എന്ന ലെസന്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. लेख के आधार पर क्रमबद्ध करें. ലേഖ വായിച്ചിട്ട് അതിലുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് സിറ്റുവേഷൻസ് വായിക്കാം, പിന്നെ അതിനെ ഓർഡറിലാക്കാം. वह अपनी नब्ज का इस्तेमाल घड़ी के रूप में करता है. അവൻ അവന്റെ പൾസിനെ ക്ലോക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നു. विभिन्न धातुओं के गोलों को लेकर प्रयोग करता है. പല മെറ്റൽസിന്റെയും ബോൾസ് യൂസ് ചെയ്തിട്ട് എക്സ്പെരിമെന്റ്സ് നടത്തുന്നു. वह फानूस के झूलने की दूरी और समय के आपसी संबंध को लेकर अनुमान करता है. അവൻ ഫാനൂസ് ഓസിലേറ്റ് ചെയ്യുന്നതിന്റെ ദൂരവും സമയവും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി അസംഷൻസ് ഉണ്ടാക്കുന്നു. वह स्कूल में झूलने वाले फानूस का निरीक्षण करता है. അവൻ സ്കൂളിൽ ആടുന്ന ഫാനൂസിനെ ഒബ്സർവ് ചെയ്യുന്നു. ഫാനൂസ് എന്ന് പറഞ്ഞാൽ ലാമ്പ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇനി നമുക്കിത് ഓർഡറിലാക്കാം. ആദ്യം അവൻ സ്കൂളിൽ ഫാനൂസിനെ ഒബ്സർവ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ വ സ്കൂൾ മേ झूलने वाले फानूस का निरीक्षण करता है എന്ന് ആദ്യം എഴുതണം. അടുത്തത് അവൻ ഫാനൂസിന്റെ ആടുന്നതിന്റെ ദൂരവും സമയവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ അസ്യൂം ചെയ്യാണ്. അപ്പോൾ അടുത്തത് വ ഫാനൂസ് के झूलने की दूरी और समय के आपसी संबंध को लेकर अनुमान करता है ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് ആദ്യത്തെയാണ്, പിന്നെ ഇത് രണ്ടാമത്തെയാണ്. അടുത്തത് वह अपनी नब्ज का इस्तेमाल घड़ी के रूप में करता है. ഇതാണ് മൂന്നാമത്തേത്. ഇത് നാലാമത്തേതും विभिन्न धातुओं के गोलों को लेकर प्रयोग करता है. അവസാനമാണ് അവൻ മെറ്റൽസ് ഒക്കെ യൂസ് ചെയ്ത് മെറ്റൽസിന്റെ ബോൾസ് യൂസ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. അടുത്തത് പോസ്റ്റർ തയ്യാർ കരേ. ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 15 फरवरी गलीलियो दिवस है. 15 फरवरी गलीलियो डे ആണ്. मान ले इस अवसर पर आपके स्कूल में विज्ञान प्रदर्शनी होने वाली है. ഈ ദിവസത്തിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു സയൻസ് എക്സിബിഷൻ നടക്കാൻ പോവാണെന്ന് വിചാരിക്കുക. इसके प्रचार के लिए पोस्टर तैयार करें. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പോസ്റ്ററിന്റെ ഒരു മാതൃക ഞാൻ കൊടുത്തിട്ടുണ്ട്. വിജ്ഞാൻ പ്രദർശനി, ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം, സയൻസ് എക്സിബിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡേറ്റ് കൊടുക്കണം 15 ഫെബ്രുവരി, പിന്നെ അത് ഗലീലിയോ ദിവസത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഗലീലിയോ ദിവസ് പർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ഥാനം എഴുതണം, എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന്. പിന്നെ എൻ്റെ സ്കൂളിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, സമയം എഴുതിയിട്ടുണ്ട്, സുബ 9 ബജെ, ഏത് സമയം വേണമെങ്കിൽ കൊടുക്കാം. സ്കൂൾ സഭാഗ്രഹമേ, സ്കൂളിൽ എവിടെയാണ് നടക്കുന്നത്, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം ആരാണ് ചെയ്യുന്നത്, ഉദ്ഘാടക് പ്രധാന അധ്യാപിക ആണ്, ഹെഡ് മിസ്ട്രസിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സബ്കാ സ്വാഗത് എന്ന് എഴുതണം, എല്ലാവർക്കും സ്വാഗതം എന്ന് എഴുതണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് रेखांकित शब्दों का अर्थ अलग अलग संदर्भों में समझें और नए वाक्य बनाएं. ഇവിടെ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 2 സെന്റൻസിൽ ഓരോ വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ 2 സെന്റൻസസിലും സെയിം വേർഡ് ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്, ലഗ ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ 2 സെന്റൻസിലും അതിന്റെ അർത്ഥം ഡിഫറെന്റ് ആണ്. അപ്പോൾ ആ 2 അർത്ഥങ്ങളും മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കൂടുതൽ സെന്റൻസസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. कुछ देर बाद चांद को देखते हुए वह उतरने लगा. കുറച്ചു നേരത്തിന് ശേഷം അവൻ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഇറങ്ങാൻ തുടങ്ങി. उसे ऐसा लगा कि चांद भी उसके साथ चढ़ रहा था. അവന് ഇങ്ങനെ തോന്നിയില്ലെങ്കിൽ ഇങ്ങനെ അനുഭവപ്പെട്ടു, ചന്ദ്രനും അവന്റെ കൂടെ തന്നെ കയറുന്നുണ്ട് എന്ന്. അപ്പൊ 2 സെന്റൻസിലും ലഗ ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ രണ്ടിന്റെയും മീനിങ്സ് ഡിഫറെന്റ് ആണ്. ആദ്യത്തേല് ഇറങ്ങാൻ തുടങ്ങി, തുടങ്ങി എന്ന അർത്ഥത്തിലാണ്. രണ്ടാമത്തേല് അനുഭവപ്പെട്ടു അല്ലെങ്കിൽ തോന്നി എന്നുള്ള അർത്ഥത്തിലാണ്. ഇങ്ങനെയുള്ള കൂടുതൽ സെന്റൻസസ് ലഗ യൂസ് ചെയ്തിട്ട് കൂടുതൽ സെന്റൻസസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മുझे ഭൂക്ക് ലഗി എന്ന് എഴുതാം, എനിക്ക് വിശന്നു എന്ന് എഴുതാം. അല്ലെങ്കിൽ മുझे ऐसा लगा कि मैं गिरने वाला हूँ, ഞാൻ വീഴാൻ പോവാണെന്ന് എനിക്ക് തോന്നി. അതിൽ തോന്നി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഭൂക്ക് ലഗി എന്നുള്ളതിലും വിശന്നു, വിശപ്പ് തോന്നി എന്നുള്ള അർത്ഥത്തിലാണ്. मैं खुशी से उछलने लगा, ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. അതിൽ തുടങ്ങി എന്നുള്ള അർത്ഥത്തിലാണ് ലഗ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള കൂടുതൽ സെന്റൻസസ് ഉണ്ടാക്കാം. चर्चा करें. कुछ दिनों के बाद गलीलियो को उसके पिता ने डॉक्टरी पढ़ने के लिए भेज दिया, मगर वह तो वैज्ञानिक बनना चाहता था. उसने अपने आप विषय बदल लिया. गलीलियो के निर्णय पर आपका विचार क्या है? ഗലീലിയോന്റെ അച്ഛൻ കുറച്ച് ദിവസത്തിന് ശേഷം അവനെ ഡോക്ടർ ആക്കാനായിട്ട് പഠിപ്പിക്കാൻ അയച്ചു. പക്ഷെ ഗലീലിയോ സയന്റിസ്റ്റ് ആവാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ അവൻ തനിയെ സബ്ജക്റ്റ് മാറ്റി, പഠിക്കാനുള്ള സബ്ജക്റ്റ് മാറ്റി.
ഗലീലിയോന്റെ ഈ ഡിസിഷനെ പറ്റി നിങ്ങളുടെ തോട്ട്സ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? गलीलियो का निर्णय सही था क्योंकि वह अपनी रुचि और प्रतिभा के अनुसार वैज्ञानिक बनना चाहता था. അപ്പോൾ ഗലീലിയോ ചെയ്തത് ശരിയാണോന്നല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഗലീലിയോ ചെയ്തത് ശരിയാണ്, കാരണം അവന് വൈജ്ഞാനികനാണ്, സയന്റിസ്റ്റ് ആവാനാണ് താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ ഉള്ളത്. അപ്പൊ സബ്ജക്റ്റ് മാറ്റിയത് ശരി തന്നെയാണ്. उसने अपने भविष्य के बारे में स्वयं निर्णय लेकर साहस और आत्मविश्वास का परिचय दिया. അവൻ അവന്റെ ഫ്യൂച്ചറിനെ പറ്റി തനിയാണ് ഡിസൈഡ് ചെയ്തത്. സോ അവൻ ബ്രേവും പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളാണ്, നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ये निर्णय उसके ज्ञान, जिज्ञासा और विज्ञान के प्रति लगाव को दर्शाता है. ഈ ഒരു ഡിസിഷൻ അവന്റെ അറിവിനെയും പിന്നെ ക്യൂരിയോസിറ്റിയും പിന്നെ സയൻസിനോടുള്ള താല്പര്യവും ഒക്കെയാണ് കാണിക്കുന്നത്. गलीलियो के जीवन एवं दृष्टिकोण की विशेषताएं क्या क्या हैं? संकेतों के आधार पर टिप्पणी लिखें. ഗലീലിയോയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ പേഴ്സ്പെക്റ്റീവും അതിന്റെയൊക്കെ സ്പെഷ്യാലിറ്റീസ് എന്താണ്? താഴെ കുറച്ച് ഹിന്റ്സ് കൊടുത്തിട്ട് അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ടിപ്പണി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗലീലിയോയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ ദൃഷ്ടികോണം അതായത് പെർസ്പെക്റ്റീവിനെയും പറ്റിയിട്ടാണ് ടിപ്പണി തയ്യാറാക്കേണ്ടത്. ഇനി ഹിന്റ്സ് വായിക്കാം. പരിസർ കാ നിരീക്ഷൺ കർണ, ചുറ്റുപാടും ഒബ്സർവ് ചെയ്യുക, സറൗണ്ടിങ്സിനെയൊക്കെ ഒബ്സർവ് ചെയ്യുക. സത്യ ഖോജ്നെ മേ സബൂതോं का ആശ്രയ ലേന, സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ തെളിവുകളെ ആശ്രയിക്കുക, അതായത് തെളിവില്ലാതെ ഒന്നിനെയും വിശ്വസിക്കാതിരിക്കുക. ജീവൻ മേ സ്വയം നിർണയ ലേന, അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം തന്നെ ഡിസിഷൻസ് എടുക്കുക. അതായത് നമ്മൾ കണ്ടല്ലോ നേരത്തെ ഡോക്ടർ ആവാനായിട്ട് അച്ഛൻ പഠിപ്പിക്കാനായിട്ട് വിട്ടപ്പോൾ അദ്ദേഹം സയൻസ് പേഴ്സ്യൂ ചെയ്യണമെന്ന് വെച്ചിട്ട് സബ്ജക്റ്റ് മാറ്റി. ചുനൗത്തിയോ കോ സ്വീകാർ കർണ, ടഫായിട്ടുള്ള സിറ്റുവേഷൻസിനൊക്കെ പേടിച്ച് മാറിക്കളയാതെ അതിനെ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് അത് സ്വീകരിക്കുക. ഈ ഹിന്റ്സ് എല്ലാം വെച്ചിട്ട് ഗലീലിയോയുടെ ജീവിതവും പേഴ്സ്പെക്റ്റീവും അതിന്റെ സ്പെഷ്യാലിറ്റീസിനെ പറ്റിയിട്ട് ഒരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടിപ്പണിയുടെ ഹെഡിങ് ആയിട്ട് ഗലീലിയോ का जीवन और दृष्टिकोण എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടിപ്പണി വായിക്കാം. ഗലീലിയോ का जीवन और सोच दोनों ही बहुत खास थे. ഗലീലിയോയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ തിങ്കിങ്ങും അദ്ദേഹത്തിന്റെ വേ ഓഫ് തിങ്കിങ്ങും ഭയങ്കര स्पेशल आയിരുന്നു. वे अपने आसपास की हर चीज को ध्यान से देखते थे और किसी भी बात को बिना प्रमाण के सच नहीं मानते थे. അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു, പിന്നെ ഒന്നിനും തെളിവില്ലാതെ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. वे हमेशा प्रयोग करते थे ताकि उन्हें सच्चाई खुद पता चले. അദ്ദേഹം എപ്പോഴും എക്സ്പെരിമെന്റ്സ് ആണ് നടത്തുന്നത്. അദ്ദേഹത്തിന് സത്യം ആണോ എന്ന് വിശ്വസിക്കാനായിട്ട് എക്സ്പെരിമെന്റ്സ് ആണ് നടത്തുന്നത്, അല്ലാതെ തെളിവില്ലാതെ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം സത്യമാണോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ, അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹം ചെയ്തിരുന്നത്. गलीलियो का मानना था कि दुनिया को समझने के लिए आंखों से देखना और दिमाग से सोचकर निर्णय लेना जरूरी है. ഗലീലിയോ വിചാരിച്ചിരുന്നത് ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് കണ്ണുകൊണ്ട് കാണുകയും നമ്മുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ വെറുതെ കണ്ടതല്ല വിശ്വസിക്കുകയല്ല വേണ്ടത്, നമ്മൾ ചിന്തിച്ച് വേണം അതിനെ മനസ്സിലാക്കാൻ എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. वे अपने फैसले खुद लेते थे और दूसरों के दबाव में नहीं आते थे. അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റി സ്വയമാണ് ഡിസൈഡ് ചെയ്തിരുന്നത്, അല്ലാതെ മറ്റുള്ളവർ പറയുന്ന ആ ഒരു റൂട്ടിലേക്ക് അദ്ദേഹം നടക്കുകയല്ല ചെയ്തിരുന്നത്. മറ്റുള്ളവർ പറയുന്നതിന്റെ ആ പ്രഷറിൽ അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹം തന്നെ സ്വന്തം ലൈഫിന്റെ ഡിസിഷൻസ് എല്ലാം എടുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. कठिन समय आने पर भी वे पीछे नहीं हटते थे और अपने काम को पूरा करने की कोशिश करते रहते थे. ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അദ്ദേഹം പുറകിലോട്ട് മാറി നിൽക്കുകയല്ല ചെയ്യുക, അദ്ദേഹം ചെയ്യുന്ന കാര്യം മുഴുമിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. चुनौतियां मिलने पर वे उन्हें सीखने का मौका मानते थे और आगे बढ़ते रहते थे. അദ്ദേഹത്തിന് ഓരോ ചാലഞ്ചസ് വരുമ്പോഴും അതെല്ലാം ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടാണ് ഇരുന്നത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.